വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. എടക്കഴിയൂർ സ്വദേശി നജീബിനാണ് കാപ്പ ചുമത്തിയത്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രം കാപ്പ ചുമത്തുന്ന 7ാമത്തെ പ്രതിയാണ് ഇയാൾ. അർജുനെ വേഗം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് നാട്ടുകാരുടെ പ്രതിഷേധം. സേവ് അർജുൻ എന്നാവശ്യപ്പെട്ട തണ്ണീർപ്പന്തലിൽ നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. അർജുനായുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ മയക്കുമരുന്നുമായി ആയുർവേദ ഡോക്ടർ പിടിയിലായത് കൊല്ലം ചിറ്റുമല സ്വദേശി എൻ അൻവർ ഷാ. ഇയാളിൽ നിന്ന് 5 ലക്ഷം വില മതിക്കുന്ന 160 ഗ്രാം മെത്താഫെറ്റാമിൻ പിടികൂടി. KSRTC സ്വിഫ്റ്റ് ബസ്സിൽ നിന്നാണ് അൻവർ ഷാ പിടിയിലായത്. തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിഷേധം BJP നെയ്യാറ്റിൻകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പിന് പിന്നാലെ അബോധാവസ്ഥയിലായി യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന് ഡോക്ടർമാരുടെ സംഘടന. ഉദരസംബന്ധമായ അസുഖത്തിന് സാധാരണ നൽകുന്ന മരുന്ന് മാത്രമാണ് നൽകിയതെന്നും മാരകമായ അലർജി പ്രവാഹമാകാം മരണകാരണമെന്നുമാണ് KGMOയുടെ വിശദീകരണം. കൊല്ലം ചടയമംഗലത്തെ ജ്വല്ലറിയിൽ നടന്ന മോഷണ ശ്രമത്തിലെ പ്രതികളെ അതിവേഗം പിടികൂടി പോലീസ്. പ്രതികൾ പിടിയിലായത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും സർവ്വമത പ്രാർത്ഥനയും നടത്തി. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊല്ലം ആനയാടി ജംഗ്ഷനിലെ ഉമ്മൻചാണ്ടി നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കളിയടക്കപ്പ നേർച്ചയൊരുക്കി കണ്ടശാങ്കടവ് പള്ളി. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയായ കളിയടക്കപ്പ നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നേർച്ച ജൂലൈ 24, 25 തീയതികളിൽ.